സി.ജെ. റോയ് ജീവനൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായി സൂചന. കുടുംബത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഡയറിക്കുറിപ്പ്. ബെംഗളൂരുവിൽ സ്വയം വെടിയുതിർത്തു മരിച്ച മലയാളി വ്യവസായി സി.ജെ. റോയ് ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നുവെന്ന സൂചനകൾ ശക്തമാകുന്നു. റോയിയുടെ ഡയറിയിൽ കണ്ടെത്തിയ കുറിപ്പുകൾ ആത്മഹത്യക്കുറിപ്പിന് സമാനമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുടുംബത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഡയറിക്കുറിപ്പിൽ പണം നൽകാനുള്ളവരുടെ വിശദാംശങ്ങളും കമ്പനിയുടെ ഭാവി പ്രവർത്തനം എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടുത്ത തീരുമാനമെടുക്കുകയാണെന്നും അതിന് മാപ്പ് ചോദിക്കുകയാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 9 പേജുകളുള്ള ഈ ഡയറിക്കുറിപ്പ് കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തിന് ലഭിച്ചതെന്നാണ് വിവരം. വിദേശ സംരംഭങ്ങളിലുണ്ടായ തിരിച്ചടികളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും റോയ് കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മരണാനന്തര നിർദ്ദേശങ്ങൾ വരെ ഡയറിയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തന്റെ മരണശേഷം ബിസിനസ് എങ്ങനെ നടത്തണം, ആരെ പിൻഗാമികളാക്കണം, ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ വിഭജിക്കണം, വർഷങ്ങളായി കമ്പനിയിൽ വിശ്വസിച്ചു നിക്ഷേപിച്ചവരെ സംരക്ഷിക്കണം, നിക്ഷേപകരെ ഒരിക്കലും വഞ്ചിക്കരുത് എന്നിവയെക്കുറിച്ച് റോയ് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മരണം സംഭവിച്ച വെള്ളിയാഴ്ച രാവിലെ റോയ് തന്റെ സഹോദരൻ സി.ജെ. ബാബുവിനെ തുടർച്ചയായി 3 തവണ ഫോണിൽ വിളിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജീവനൊടുക്കാനുള്ള തീരുമാനമെടുത്തതിനു ശേഷമായിരിക്കാം ഈ വിളികളെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. ആദായനികുതി വകുപ്പിന്റെ നിരന്തരമായ ഇടപെടലുകളും ചോദ്യം ചെയ്യലുകളും റോയിയെ ഗുരുതരമായ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നതായാണ് വിവരം. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സി.ജെ. റോയിയുടെ മരണം ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പിന്നിലുണ്ടോ എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും ഞങ്ങളെ പിന്തുടരൂ.